ഹലോ, പെട്ടെന്നൊരു മന്തി കഴിക്കാനുള്ള കൊതി. അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മന്തി റെസിപ്പിയാണ്. അല്ലെങ്കിലും തട്ടിക്കൂട്ടി എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ല. അങ്ങനെ നമ്മുടെ റൈസ് അതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് സ്പൈസസും ഓയിലും ഉപ്പും ഇട്ട് കൊടുത്ത് റൈസ് ഇട്ട് കൊടുത്ത് അതവിടെ സെറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. സ്പൈസസ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ മാഗി ക്യൂബ്. ഉപ്പ് ചേർക്കുന്നില്ല, മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് ഞാൻ മന്തിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു തട്ടിക്കൂട്ട് മന്തി റെസിപ്പിയാണ്. ഇനി നമുക്ക് ചിക്കനെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വിടാം. അങ്ങനെ നമ്മുടെ ആ സമയം കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ രണ്ട് ഭാഗവും ഒന്ന് മുരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് മാറ്റി വെക്കണം. അത് നമുക്ക് ലാസ്റ്റിൽ ആവശ്യമുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ചിക്കന് മുകളിലായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മന്തി ഇവിടെ റെഡിയായി. കണ്ടിട്ട് ഇഷ്ടമായവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.